എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പത്തില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയില ഒഴിച്ച് ബാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതിലയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലകൾ തരുന്നുണ്ട്. വളരെയധികം ഗുണങ്ങളും വളരെ നല്ല രുചിയുമുള്ള ഒരു തോരനാണിത്. അതിനു വേണ്ടിയിട്ടുള്ള ഇലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇലകളെല്ലാം ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെയാണ് പറിച്ചെടുക്കുന്നത്. നേരം വെളുത്ത് വരുമ്പോൾ തന്നെ ഇല പറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് തകരയുടെ ഇലയെടുക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് മണത്തക്കാളിയുടെ ഇലയാണ്. ഇതിന് മണിത്തക്കാളി, മടത്തക്കാളി എന്നൊക്കെ പറയും. അടുത്തത് തഴുതാമയുടെ ഇലയാണ്. ഇത് നിലത്തുകൂടെയാണ് വളരുന്നത്. തഴുതാമ ഒറ്റയ്ക്കും തോരൻ വെക്കും. കുറച്ച് പരിപ്പും കൂടി ഇട്ട് തോരൻ വെച്ചാൽ നല്ല രുചിയായിട്ട് കിട്ടും. ചൊറിയണം, കൊടുത്തൂവ എന്നൊക്കെ പറയുന്ന ഇലക്കറിയാണ്. ഇത് ഈ പത്തിലയിൽ പെടുന്നതാണ്. ഞാനിത് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അടുത്തത് ചേനയുടെ ഇലയാണ്. ഇതിൽ നിന്ന് 1-2 ചെറിയ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. അടുത്തത് ചേമ്പിൻ്റെ ഇലയാണ്. ഒട്ടും മൂക്കാത്ത ചേമ്പിൻ്റെ ഇല നോക്കി കുറച്ചെടുക്കുന്നുണ്ട്. ഇത് പുണ്യവൃക്ഷങ്ങളിൽപ്പെടുന്ന കൂവളമാണ്. ഈ നാട്ടിലിതിന് ബേൽ എന്ന് പറയും. ഇതിൻ്റെ ഒട്ടും മൂക്കാത്ത ഇലകൾ നോക്കിയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി ഇലകളുടെ കൂടെ വേകാതെ വരും. ഇത് മത്തൻ്റെ ഇലയാണ്. ഇളം തണ്ടോടുകൂടെ തന്നെ ഇതിൻ്റെ ഇല മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കൊടകൻ, മുത്തൽ എന്നൊക്കെ പറയുന്ന ഇലയാണ്. ഇത് ഈ നാട്ടിൽ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു വളർത്തിയതാണ്. ഇലകളെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൊടകൻ. ബുദ്ധിക്കും ഓർമ്മശക്തിക്കും വയർ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് കൊടകൻ. ഇത് തഴുതാമ. ഹൃദയത്തിൻ്റെയും വൃക്കയുടെയും കരളിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തഴുതാമ. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും വളരെ നല്ലതാണ് തഴുതാമ. ഇത് കൂവളത്തിൻ്റെ ഇല. കൂവളത്തിൻ്റെ ഇലയിട്ട വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയും. ഒരുപാട് വിറ്റാമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ കൂവളത്തിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കൂവളത്തിൻ്റെ ഇലയോ പഴമോ കഴിക്കുന്നത് നല്ലതല്ല. ഇത് സാധാരണ പച്ചച്ചീരയാണ്. ഇതിന് പകരമായിട്ട് കുപ്പച്ചീരയോ മുള്ളൻ ചീരയോ ഉപയോഗിക്കാം. പച്ചച്ചീരയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുപ്പച്ചീരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ശരീരത്തിലുള്ള വിഷാംശമൊക്കെ നീക്കാനുള്ള കഴിവുണ്ട്. അടുത്തത് തകരയിലയാണ്. ഇത് ആയുർവേദത്തിൽ വാതരോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ കൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് തകര. ഇത് മണത്തക്കാളി. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ മുറിവുകളും ഉണങ്ങുന്നതിന് വളരെ നല്ലതാണ് മണത്തക്കാളി. അൾസർ, വായ്പുണ്ണ് ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് മണത്തക്കാളി. അടുത്തത് ചേനയില. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ചേനയില. കുമ്പളത്തിൻ്റെ ഇല വാതസംബന്ധമായ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. മത്തൻ്റെ ഇല ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷിക്കും വളരെ നല്ലതാണ്. ചേമ്പില കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയുകയും ശരീരഭാരം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പത്തില തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരി ഇതുപോലെ ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇലക്കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അരിയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് 2 വെളുത്തുള്ളി ചതച്ചത്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇലകളെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചേമ്പിലയുടെ തണ്ടും തഴുതാമയിലയുടെ തണ്ടും കളഞ്ഞിട്ടാണിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തഴുതാമയുടെ കട്ടിയുള്ള തണ്ട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ളത് ഇതിലേക്ക് അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് കൂട്ടൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ പത്തിലക്കറികൾ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങയില ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് എരിവ് മാത്രമേ ചേർക്കാറുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. 1/2 മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ ഇലകളുടെയും കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ കൂടുതൽ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം. കർക്കിടക മാസത്തിൽ ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഇലകൾ ഉപയോഗിച്ച് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഇതുപോലെയുള്ള തോരനുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതുപോലെ പറമ്പിൽ നിന്ന് ഇല കിട്ടാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് പച്ചക്കറി കടകളിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള ഇലക്കറികൾ ഉപയോഗിച്ച് തോരനുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഇത് ഒരു ഉപകാരമാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് തോരനുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.